UDF മുന്നണി വിപുലീകരണം സജീവ ചർച്ചയാകുമ്പോൾ സമയക്രമം പ്രധാന അജണ്ടയാക്കുകയാണ് കോൺഗ്രസ്. 2026 മുൻപ് കേരള കോൺഗ്രസ് എം, RJD ഉൾപ്പെടെ പഴയ കക്ഷികളെ തിരികെ എത്തിക്കാൻ സജീവ നീക്കം നടക്കുമ്പോഴെല്ലാം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്ന നിലപാടാണ് കോൺഗ്രസിന്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും ഉപതിരഞ്ഞെടുപ്പുകളിലെയും മിന്നും വിജയത്തിനിടയിലും സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്താൻ മുന്നണി വിപുലീകരണം വേണമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസും ലീഗും ഇപ്പോൾ അതിനുള്ള സമയമായെന്ന് ഉറപ്പിക്കുകയാണ്. മുന്നണി വിട്ടുപോയ കേരള കോൺഗ്രസ് എം, RJD കക്ഷികളുടെ കാര്യത്തിലാണ് പ്രധാന ചർച്ച. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് അനൌദ്യോഗിക ചർച്ചകളുടെ പിന്നിൽ. മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ഉൾപ്പെടെ നിലവിലുണ്ടെങ്കിലും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഭാവി ശുഭകരമല്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. വോട്ട് ചോർച്ചയ്ക്കൊപ്പം 2026 അധികാര തുടർച്ച ഉണ്ടായില്ലെങ്കിൽ അപ്രസക്തമായി പോകുമെന്നും ജോസ് കെ മാണി കരുതുന്നുണ്ട്. ഇത് മുൻനിർത്തി അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പാലാ സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാന ആവശ്യം. മാണി സി കാപ്പനെ വഞ്ചിച്ച് പാല വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെ മലബാറിൽ സുരക്ഷിത സീറ്റ് ഉറപ്പാക്കി കേരള കോൺഗ്രസിനെ തിരികെ എത്തിക്കാൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. LDFൽ കടുത്ത അവഗണന നേരിടുന്ന MV ശ്രേയാംസ് കുമാറിന്റെ RJDയെ മുന്നണിയിൽ ആദ്യം എത്തിക്കാനാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. തൃണമൂൽ കോൺഗ്രസിലൂടെ റീലോഞ്ചിന് ശ്രമിക്കുന്ന PV അൻവറിനോടും UDF മുഖം തിരിക്കില്ല. അതേസമയം ഏത് കക്ഷിയായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് വരണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. താഴെത്തട്ടിൽ 2 ചേരികളിൽ മത്സരിച്ച ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചാൽ ഗുണം ചെയ്യില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെയും നിലപാട്. ഇത് മുൻനിർത്തിയുള്ള ചർച്ചകൾ പല വഴിക്കാണ് നടക്കുന്നത്. വിവാഹ, മരണാനന്തര ചടങ്ങുകൾ പോലും മുന്നണി വിപുലീകരണത്തിന്റെ അനൌദ്യോഗിക ചർച്ചകൾക്ക് വേദിയാകുന്നതായാണ് അടക്കം പറച്ചിൽ. ഇതിനിടയിൽ AK ആന്റണി ചില നിർദ്ദേശങ്ങളുമായി എത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള വിവാദത്തിനാണ് മുൻ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ആരാകണമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ആദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കണം, 2026 അവിടെ നിൽക്കട്ടെ എന്നും അധികം എടുത്തു ചാടരുതെന്നുമാണ് ആന്റണിയുടെ നിർദ്ദേശം. കേരളത്തിലെ കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി കൂടിയാലോചിച്ച് KPCCക്ക് തീരുമാനിക്കാം. തന്റെ ഉപദേശം വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാമെന്നും AK ആന്റണി പറഞ്ഞിരുന്നു. മാത്രമല്ല, K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും പെട്ടെന്ന് എടുത്തു ചാടരുതെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരണമെന്നും AK ആന്റണി നിർദ്ദേശിക്കുകയുണ്ടായി. ദേശീയ തലത്തിൽ RSSനെയും BJPയെയും നേരിടാൻ കോൺഗ്രസ് മാത്രം പോരാ, അത് മനസ്സിലാക്കിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനല്ല, K സുധാകരനും KPCCയുമാണെന്നാണ് AK ആന്റണി ചൂണ്ടിക്കാട്ടിയത്.